ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ജയ്പൂരിലാണ്. ജയ്പൂരിലെ പിങ്ക് സിറ്റിയിലെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ ആയ ഹവാമഹലിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഹവാമഹലിന്റെ ബാക്ക് സൈഡ് ആണ്. ഹവാമഹൽ എന്ന് പറയുന്നത് ഒരു 226 വർഷത്തോളം പഴക്കമുണ്ട്. 1799 സാവൈ പ്രതാപ് സിംഗ് എന്ന് പറയുന്ന രാജാവാണ് ഇത് പണിതിരിക്കുന്നത്. അപ്പം അദ്ദേഹം ഇത് ഒരു ലോർഡ് കൃഷ്ണയുടെ വലിയൊരു ഡിവോട്ടി ആയിരുന്നു. അപ്പോൾ ഇത് ലോർഡ് കൃഷ്ണയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം പണിതേക്കുന്നത്. ഇതിന്റെ ബാക്കിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഒരുപാട് ജനലുകളുണ്ട്, ഒത്തിരി വിൻഡോസ് ഉണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോയൽ ലേഡീസിന് പുറത്ത് നടക്കുന്ന ഈ ഘോഷയാത്രയും അതുപോലെ ഫെസ്റ്റിവൽസ് ഒക്കെ ഈ കൊട്ടാരത്തിനകത്ത് തന്നെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട്, ഈ മഹലിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. പിന്നെ ഈ മഹല് ഇത് പാലസ് ഓഫ് വിൻഡ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. കാരണം ഇതിന്റെ ഉള്ളിൽ ഇത്രയും ജനലുകളുള്ളതുകൊണ്ട് നല്ല രീതിയിൽ കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നത്. അതെ, അകത്തേക്കുള്ളത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് പോയി നോക്കാം. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ വിസിറ്റേഴ്സ് ഉണ്ട്. ഞങ്ങൾ വിചാരിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഉണ്ടാവത്തില്ലെന്ന് വിചാരിച്ചു, പക്ഷെ നിറച്ചു ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അകത്തേക്ക് കയറാം. അപ്പൊ നമ്മള് അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇടവും കൂടി നമുക്ക് കണ്ടു നോക്കാം. ഫൗണ്ടൻ ആ തോന്നുന്നു. അതെ, ഇതൊരു ഫൗണ്ടൈൻ ആണ്. ഇത് ഈ മഹൽ ബിൽഡ് ചെയ്തിരിക്കുന്നത് റെഡും പിങ്കും സ്റ്റോൺ കൊണ്ടാണ്. ഇതിന്റെ പുറമെ ഉള്ളതൊക്കെ ബിൽഡ് ചെയ്തിരിക്കുന്നത് റെഡ് ആൻഡ് പിങ്ക് സ്റ്റോൺ കൊണ്ടാണ്. ഈ പിങ്ക് സിറ്റി എങ്ങനെയാ പിങ്ക് സിറ്റി ആയെന്ന് പറഞ്ഞു കൊടുക്കും ആണല്ലോ. 1876 ജയ്പൂരിലെ രാജാവായിരുന്ന മഹാരാജ റാം സിംഗ് അദ്ദേഹത്തിന് ഇവിടെ ഗസ്റ്റ് ആയിട്ട് ക്വീൻ വിക്ടോറിയയും അദ്ദേഹത്തിന്റെ ഹസ്ബൻഡും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു ഹോസ്പിറ്റാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഓർഡർ ചെയ്തു ഈ നാട്ടിലുള്ളവരോട് ഇവിടുത്തെ ഉള്ള എല്ലാ ബിൽഡിങ്ങുകളും ടെറാക്കോട്ട പിങ്ക് കളർ അടിക്കണം എന്ന്, പെയിന്റ് അടിക്കണം എന്നുള്ളത് അദ്ദേഹം ഓർഡർ ചെയ്തു. അങ്ങനെ അദ്ദേഹം ആ പറഞ്ഞതിന്റെ പേരിലാണ് ഇവിടെ പിങ്ക് കളറിൽ ബിൽഡിങ്സ് ഒക്കെ ടെറാക്കോട്ട പിങ്ക് കളറിൽ എടുത്തു. അതിനുശേഷം ഇവിടെ അവർ വന്നതിന് ശേഷം ഇതൊരു ഇവിടെയുള്ള ആൾക്കാരത് ഫോളോ ആയിട്ട് ആ രീതി തന്നെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെയാണ് ഈ നാട് പിങ്ക് സിറ്റി എന്ന് അറിയുന്നത്. അത്യാവശ്യം നല്ല വെയിലും ഉണ്ട്. അതെ അതെ, വെയിലും തണുപ്പും ഒക്കെ നല്ല പോലെ ഉണ്ട്. പക്ഷെ തണുപ്പ് വൈകുന്നേരമാണ്, ഈ സമയത്ത് നല്ല വെയിലാണ്. നമുക്ക് റൂമിന്റെ അകത്തേക്ക്, അതെ, നമുക്ക് അകത്തേക്ക് പോവാം. പാട്ട് നടക്കുന്നുണ്ട്. ഇവിടെ എന്തോ പാട്ട് പരിപാടി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പാട്ടും പരിപാടി നോക്കാവേ. അതെ ഇവിടെ ഒരു ഇടനാഴിയിൽ കൂടി നമ്മൾ പോവുകയാണ് ഗൈസ്. ഇവിടെ കൊണ്ട് തീരുവാ ഏറ്റവും എക്സിറ്റ് കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ഒരു കൊട്ടാരത്തിന്റെ ഒരു ഫീൽ. നമുക്ക് ഇവിടെ ഒരുപാട് ശില്പങ്ങളൊക്കെ ഉണ്ട്. വേറൊരു കോർട്ട്യാർഡാണല്ലോ. അതെ, ഇത് വേറെ കോർട്ട്യാർഡാണ്. നമുക്ക് നല്ല നമുക്ക് അപ്സ്റ്റേഴ്സിലും കൂടി കയറിയല്ലോ മേലെ. അതെ അപ്സ്റ്റേഴ്സിലും അതാ സ്റ്റെപ്പ് തോന്നുന്നു. അതെ, ഇതാണ് അപ്സ്റ്റേഴ്സ്. ഇത് റാമ്പോ ഇവിടെ നിന്നൊക്കെ ആയിരിക്കും പുതിയ രീതിയിലുള്ള. ഇത് ഇങ്ങോട്ടേക്കും ഉണ്ട്. ഇവിടെ സ്റ്റെപ്പാണ്.
കൊള്ളാം. നിൽക്കൂ. ഇവിടെ കിളിവാതിലുണ്ട്. നമുക്ക് ഈ കിളിവാതിൽ ഇങ്ങനെ തുറക്കാം. തുറന്നു കഴിയുമ്പോൾ കണ്ടോ, നമുക്ക് പുറത്തേക്കുള്ള എല്ലാം ഇങ്ങനെ ഇടുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇതായിരിക്കണം ഇവിടുത്തെ പണ്ടത്തെ ലേഡീസ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കിളിവാതിൽ. നമുക്ക് ഇങ്ങനെ ഇവിടെ ഒരുപാട് ഒരുപാട് പല സ്ഥലങ്ങളിൽ കാണാൻ വേണ്ടിയിട്ടുണ്ട്. വീഡിയോ കണ്ട് ഓപ്പണിംഗ് അടുത്ത ഭാഗം കാണാം. ഇതൊക്കെ ഒത്തിരി കണ്ടോ, കിളിവാതിൽ ഒരുപാടുണ്ട്. ഇവിടെ കണ്ടോ, ഒരുപാട് പല പല ഭാഗങ്ങൾ ഇങ്ങനെ കാണാം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു സൈഡാണ്. നമുക്ക് ഈ വാതിൽ വേണ്ടി പോവാം. ഇത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഡാൻസ് കളിക്കുന്ന അങ്ങനത്തെ സ്ഥലമാണ്. രീതിയാണ് വഴി ചിലപ്പോൾ മനസ്സിലാവില്ല കേട്ടോ, പലപ്പോഴും അത് ഒരുപാട് ഒത്തിരി ഒരേ രീതിയിലുള്ള കളികളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ തിരിച്ചു പോകാനുള്ള വഴികൾ ഒരുപാട് റൂമുകളും ഒരുപാട് ജനലുകളും ഒക്കെ ഇഷ്ടപ്പെടും. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല രസമുള്ള ഒരു അല്ലേ, നല്ല ഭംഗിയുള്ളത്, നല്ലൊരു മഹൽ തന്നെയാണത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു നല്ലൊരു ഭംഗിയുള്ള വ്യൂ കാണാവേ. ഇവിടുത്തെ ഫൗണ്ടെയിൻ്റെ ഇത് ഓൺ ആക്കിയിട്ടുണ്ട്. കണ്ടോ, അടുത്ത് പോയി നീ, നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. വെള്ളം ഇങ്ങനെ പൊങ്ങുന്നത്. ഒരു പിങ്ക് സിറ്റിയുടെ വിഷയങ്ങളാണ്. ഇവിടെ 2 കോർട്ട്യാർഡ് ഉണ്ട്. അതിനകത്ത് ഒരു കോർട്ട്യാർഡാണ് ഇത്. പിന്നെ മറ്റു കോർട്ട്യാർഡിലാണ് ഫൗണ്ടെയിൻ ഉള്ള കോർട്ട്യാർഡ്. അവിടെയാണ്, അതിൻ്റെ അടുത്താണ് രാജാവിൻ്റെ കിച്ചണും റെസ്റ്റിംഗ് പ്ലേസും ഒക്കെ. ഇതാണ് മറ്റൊരു കോർട്ട്യാർഡ്. मैंने पूछ रही हूँ वहाँ पर फोन नहीं आया तो